When we are separated from our homeland, we may feel alienation and nostalgia. Here we are discussing such a topic, the poem From the Exile by R Parthasarathy. R Parthasarathy is a famous Indian English writer, and this is a poem from the Exile which describes the themes identity crisis, alienation, nostalgia, and self-realization. അതായത് സ്വന്തം സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഒരു ഏലിയനേഷൻ, ആ പുതിയ സ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെട്ടതാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലൊരു കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കവിതയുടെ പേര് ഫ്രം ദ എക്സൈൽ. അത് എഴുതിയത് വളരെ പ്രശസ്തനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ, ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ആർ പാർത്ഥസാരഥി. ആൻഡ് ഇൻ ദിസ് പോം the poet describes the themes. അതിലെ പ്രധാനപ്പെട്ട തീംസ് ഏലിയനേഷൻ, അതേപോലെ തന്നെ നൊസ്റ്റാൾജിയ, ദെൻ സെൽഫ് റിയലൈസേഷൻ, നമ്മളുടെ വേര് അല്ലെങ്കിൽ നമ്മളുടെ അസ്തിത്വം എന്നത് നമ്മളുടെ ആ ഒരു ജനിച്ചു വളർന്ന ആ സ്ഥലമാണ് എന്ന ആ ഒരു തിരിച്ചറിവ്. ഇതൊക്കെയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട തീംസ്. And the poet is engaged in a conversation with the well-known musician Ravi Shankar in a basement flat. ഇതിന്റെ സെറ്റിംഗ് അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പ്രശസ്ത മ്യൂസീഷ്യനായ രവിശങ്കറുമായിട്ട് ഒരു കോൺവെർസേഷൻ, കവിയും മ്യൂസീഷ്യനായ രവിശങ്കറുമായിട്ടൊരു കോൺവെർസേഷൻ. അവർ ഒരു ബേസ്മെന്റ്, ഒരു സ്ഥലത്തിരുന്ന് അവർ നടത്തുന്ന സംഭാഷണമാണ്. ആൻഡ് ദ ലാംപ്സ് ലെഡ് ദ പീപ്പിൾ ത്രൂ ദ തിക്ക് ഫോഗ് ദാറ്റ് ഡെവലപ്ഡ് ദ സിറ്റി ഓഫ് ലണ്ടൻ. നമ്മുടെ ആ ലണ്ടൻ സിറ്റിയെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ആ വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദ ലൈറ്റ് സ്ട്രീക്സ് ജസ്റ്റ് ആസ് സൺലൈറ്റ് എൻറ്റേഴ്സ് ത്രൂ ഹോൾസ് ആൻഡ് സോ ദ ഇമേജറി ഈസ് വെരി സ്യൂട്ടബിൾ. ഇവിടെ ആ പ്രകാശം, സൂര്യപ്രകാശം അല്ലെങ്കിൽ ആ ഒരു പ്രകാശം കടന്നു വരുന്നത്, സൂര്യപ്രകാശം ഒരു ഹോളിലൂടെ കടന്നു വരുന്ന, അല്ലെങ്കിൽ നമുക്കറിയാം ഇലകൾക്കിടയിലൂടെ സൂര്യപ്രകാശം കടന്നു വരുന്ന, അരിച്ചിറങ്ങുന്ന രീതിയിലുള്ള പ്രകാശമാണ്. ആ ഒരു വർണ്ണനയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ചുറ്റുപാടിലാണ്, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇവർ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. ആൻഡ് ദിസ് ഫ്ലാറ്റ് മേ സിംബോളിക്കലി സിഗ്നിഫൈ ഫ്ലാറ്റ് കോൺവെർസേഷൻ. ഇവിടെ ഫ്ലാറ്റ്, ബേസ്മെന്റ് ഫ്ലാറ്റിലാണ് അവർ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഫ്ലാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ഫ്ലാറ്റ് കോൺവെർസേഷൻ. അതില് ദർ ഇസ് നത്തിങ് ന്യൂ, പുതിയതായിട്ടൊന്നും ഇല്ല എന്ന ഒരർത്ഥത്തിലുള്ള സിംബലിസം നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദ കോൺവെർസേഷൻ ഹാസ് നോ കോൺസിക്വൻസസ്. ഫ്ലാറ്റ് കോൺവെർസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു റിസൾട്ട് ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ലൂസ് ടോക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം. അത് പ്രത്യേകിച്ച് അതിന് അർത്ഥതലങ്ങളോ ഒന്നും ഇല്ലാത്ത സാധാരണ സംഭാഷണം. ആൻഡ് ബോത്ത് ഓഫ് ദം ആർ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ബിയർ ആൻഡ് ഈറ്റിംഗ് സ്നാക്സ്. അവര് ആ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ദേ ആർ സ്മോക്കിംഗ് ആൻഡ് ഓൾസോ ഡ്രിങ്കിങ് ബിയർ ആൻഡ് ഈറ്റിംഗ് സ്നാക്സ്. ആ ഒരു ചുറ്റുപാടാണ്. ആൻഡ് രവിശങ്കർ opted English way of life and began to worship English gods. English customs and ആ ഒരു ട്രഡീഷൻ, ആ ജീവിത രീതിയും ആ ഇംഗ്ലീഷ് പാരമ്പര്യവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് രവിശങ്കർ. ആ ഒരു ചർച്ചയാണ് ഈ ഒരു കവിതയുടെ ബാക്ക്ഗ്രൗണ്ട്. ത്രൂ ഹോൾസ് ഇൻ എ wall as it were lamps burned in the fog in a basement flat, conversation filled with night. While Ravishankar cigarette stubs, empty bottles of stout and crisps provided the necessary pauses. Through holes in a wall, ഒരു ഭിത്തിയുടെ ആ ഒരു ഹോളിലൂടെ, ആ ഒരു ചെറിയ സുഷിരത്തിലൂടെ അല്ലെങ്കിൽ ദ്വാരത്തിലൂടെ, as it were lamps burned in the fog. Lamps burned in the fog means രാത്രിയാണ്. രാത്രിയില് ആ ഒരു മൂടൽ മഞ്ഞിനെ അവഗണിച്ച് കടന്നു വരുന്ന പ്രകാശം. ഇൻ എ ബേസ്മെന്റ് ഫ്ലാറ്റ്, ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ബോത്ത് ഓഫ് ദം ആർ സിറ്റിംഗ് ഇൻ എ ബേസ്മെന്റ് ഫ്ലാറ്റ് ആൻഡ് ദേ ആർ എൻഗേജിങ് ഇൻ കോൺവെർസേഷൻ. ദാറ്റ് കോൺവെർസേഷൻ ഫിൽഡ് ദ നൈറ്റ്. ആ ഒരു രാത്രിയിൽ ദേ ആർ എൻഗേജിങ് ഇൻ എ കോൺവെർസേഷൻ. ആരൊക്കെയാണ്? ദ ഓഥർ ആൻഡ് ദ ഫേമസ് മ്യൂസീഷ്യൻ രവിശങ്കർ. And empty bottles of stout and crisps provided the necessary pauses. And നമ്മൾ നേരത്തെ പറഞ്ഞു they are drinking, smoking and eating snacks.
അങ്ങനെ ഒരു എന്താണ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ആൻഡ് ഹി ഹാഡ് സ്പെൻഡ് ഹിസ് യൂത്ത് വാറിംഗ് ആഫ്റ്റർ ഇംഗ്ലീഷ് ഗോഡ്സ്. വാറിംഗ് മീൻസ് പുറകെ പോവുക എന്നാണ്. ഇവിടെ അഡോറിങ്, ഇംഗ്ലീഷ് ദൈവങ്ങളെ ആരാധിച്ച്. ഇവിടെ ഇംഗ്ലീഷ് ദൈവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, ഇംഗ്ലീഷ് ആചാരങ്ങളെയും അല്ലെങ്കിൽ ആ ഒരു ജീവിത രീതിയൊക്കെ ഇഷ്ടപ്പെട്ട ആളാണ് രവിശങ്കർ. There is something to be said for exile. Exile means ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുക. അതാണ് എക്സൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലായനം എന്നാണ്. ഇവിടെ നാട് കടത്തൽ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുക. ആൻഡ് ദർ ഇസ് സംതിങ് ടു ബി സെറ്റ്. എന്തൊക്കെയോ പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിനെ കുറിച്ചാണ് ദ വേർഡ് എക്സൈൽ. യു ലേൺ റൂട്ട്സ് ആർ ഡീപ്പ്. നമുക്കറിയാം നമ്മളുടെ വേരുകൾ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു അസ്തിത്വം, ഇവിടെ വേരുകൾ എന്നുള്ളത് ഐഡന്റിറ്റി ആണ്. ഇറ്റ് ഈസ് വെരി ഡീപ്പ്, വളരെ ആഴത്തിലുള്ള ഐഡന്റിറ്റി ആണ്. ആൻഡ് ദാറ്റ് ലാംഗ്വേജ് ഇസ് എ ട്രീ ലൂസസ് കളർ അണ്ടർ അനദർ സ്കൈ. ആ മരം എന്നത് ഒരു സ്ഥലത്ത് ഉണ്ടായ ഒരു മരം അല്ലെങ്കിൽ ആ ഒരു ചെടി മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുന്ന സമയത്ത് അതിലെ മണ്ണുമായിട്ട്, ആ ഒരു ക്ലൈമറ്റുമായിട്ട്, അവിടുത്തെ ആ മണ്ണുമായിട്ട് ആ മരം പൊരുത്തപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൊരുത്തപ്പെടുന്നതിനിടയിൽ ഇറ്റ് മേ ലൂസസ് ഇറ്റ്സ് കളർ ആൻഡ് ലീവ്സ്. ആ മരത്തിന് നമുക്കറിയാം ഒരു ചെടി നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുന്ന സമയത്ത് കുറച്ച് ഇലകളൊക്കെ ഉണങ്ങിപ്പോകും, ഉണങ്ങി താഴെ വീഴും അല്ലെങ്കിൽ പഴുത്ത് താഴെ വീഴും. അതേപോലെ തന്നെ ആ ചെടിക്ക് തന്നെ ചിലപ്പോൾ ചെറിയൊരു ജീവൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നെ അത് ആ ഒരു അന്തരീക്ഷവുമായിട്ട് ചേർന്ന് പിന്നീട് വളർന്നു വരികയാണ് ചെയ്യുക. അപ്പൊ അതേപോലെയാണ് ഒരു മനുഷ്യനും. അവൻ ജനിച്ച സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്ന സമയത്ത് ഹി മേ ലൂസ് ഹിസ് ഐഡന്റിറ്റി. അവന് ഒരു പക്ഷേ അയാൾക്ക് അയാളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് പെൺകുട്ടികളാണ് അത് കൂടുതലും അനുഭവിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകാം. The bark disappears with the snow and branches becomes hoarse. However, the most reassuring thing about the past that it happened. എന്താ പറയുന്നത്? The bark means branches of the tree. ആ മരത്തിന്റെ ശിഖരങ്ങൾക്ക് disappears with the snow. ആ മഞ്ഞ് കാരണം, അതായത് പുതിയ സ്ഥലത്തെ മൂടൽ മഞ്ഞ് കാരണം അതിന്റെ ബ്രാഞ്ചിന് അതിന്റെ ആ ഒരു തനിമ നഷ്ടപ്പെട്ടേക്കാം, അതിന്റെ ശിഖരങ്ങൾക്ക്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു ചെടി പറിച്ചു നടുന്ന സമയത്ത് അതിന്റെ കുഞ്ഞു കുഞ്ഞു ശിഖരങ്ങൾ ഉണ്ടാകും. അതൊക്കെ മഞ്ഞ കളറായതിനു ശേഷമായിരിക്കും പിന്നീട് അത് ഒരു ജീവൻ വെച്ച് വരുന്നത്. ആ ഒരു പൊരുത്തപ്പെടലിന്റെ സമയമുണ്ട്. ആൻഡ് ദ ബ്രാഞ്ചസ് ബിക്കം ഹോസ്. ഹോസ് മീൻസ് ഇവിടെ ഡ്രൈ ആയി പോവുക അല്ലെങ്കിൽ ഉണങ്ങിപ്പോവുക, ശുഷ്കിച്ചു പോവുക എന്നാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നടുന്ന സമയത്ത് അതിന് പൊരുത്തപ്പെടാൻ കഴിയാതെ അത് വാടിപ്പോകാം. ആൻഡ് ഹൗവർ ദ മോസ്റ്റ് റീഅഷ്യൂറിംഗ് തിങ്, reassure means it makes sure that about the past is that it happened dressed in tweeds or grey flannel, its subaltern pockets. ഇവിടെ the people, ഇവിടെ പറയുന്നത് ഇന്ത്യയിൽ നിന്നും ഒരു വ്യക്തി ഇംഗ്ലീഷ് രീതിയിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്കുണ്ടാകുന്ന മാറ്റം നമുക്കറിയാം. ആദ്യം നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് വളരെയധികം ആകാംക്ഷയായിരിക്കും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയും വേഗം നമ്മുടെ നാട്ടിലേക്ക് എത്തണം എന്നായിരിക്കും നമുക്കുണ്ടാവുക. കാരണം ആ ഒരു ശ്വാസം, നമുക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു സഫോക്കേഷൻ ഉണ്ടാകും, ഒരു ശ്വാസം മുട്ടൽ. ആ ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് എത്രയും വേഗം നമുക്ക് നമ്മുടെ സ്ഥലത്ത് എത്തുക എന്നുള്ള ആ ഒരു സഫോക്കേഷൻ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. Even though he is or the person is in English way of dressing, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ്, ഇംഗ്ലീഷുകാരനെ പോലെയാണ് എങ്കിൽ തന്നെയും ഹിസ് റൂട്ട് ഈസ് ഇൻ ഇന്ത്യ. അയാളുടെ ആ ഒരു അസ്തിത്വം, ഇവിടെ റൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ഐഡന്റിറ്റി. ആ ഐഡന്റിറ്റി എവിടെയാണ്? ഇന്ത്യയിലാണുള്ളത്. അതുകൊണ്ട് എന്താണ് സബർബൻ പോക്കറ്റ്സ് എന്ന് പറയുന്നത് ദ ഇംഗ്ലീഷ് വേ ഓഫ് ഡ്രസ്സിങ്, ഇംഗ്ലീഷുകാരുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ്. ദെൻ ബേസ്റ്റിംഗ് വിത്ത് ഇമിഗ്രൻസ്, bursting with immigrants. They are considered as immigrants.
ഇമിഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരത്തന്മാരെന്ന് നമ്മൾ പറയും. മറ്റൊരു സ്ഥലത്ത് നിന്നും ഇവിടെ വന്നവരായിട്ടാണ് അവരെ കണക്കാക്കുക. Birds is what they call us over there. The city is no jewel either. എന്താ പറയുന്നത്? കളേഴ്സ്. അവരെങ്ങനെയാ നമ്മളെ പറയുന്നത്? They consider these people, these Indians or these foreign people as immigrants. അവരുടെ സ്ഥലത്തേക്ക് നമ്മൾ വളരെയധികം ആകാംക്ഷയോടെ ചെല്ലുന്ന സമയത്ത് അവർ നമ്മളെ കണക്കാക്കുന്നത് ഇമിഗ്രൻസ് ആയിട്ടാണ്, അവിടേക്ക് വന്ന വരത്തന്മാരെ പോലെയാണ്. ആൻഡ് കളേഴ്സ് ആണ്, അതായത് ഹാവിങ് ഡിഫറെന്റ് കളർ, അവരുടെ ആ ഒരു നിറമല്ലാത്ത റെഡ് ഇന്ത്യൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കളറുള്ള ആളുകളാണ്. ആൻഡ് what they call us over there, and the city is no jewel either, and we cannot feel that the city is a jewel. അതായത് jewel means here അമൂല്യമായത്. അതായത് നമ്മൾ ഇവിടുന്ന് നമ്മൾ പറഞ്ഞു വലിയ പ്രതീക്ഷയോടെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കണക്കാക്കുന്നത്, അവിടുത്തെ നേറ്റീവ്സ് നമ്മളെ കണക്കാക്കുന്നത് കളേർഡ് പീപ്പിൾ എന്നാണ്, അല്ലെങ്കിൽ ഇമിഗ്രൻസ് എന്നാണ്. അങ്ങനെ അവര് ഒരു സെക്കൻഡറി ആയിട്ടാണ് നമ്മളെ കണക്കാക്കുന്നത്. അവരുടെ ആ പ്രാധാന്യം നമുക്ക് തരാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ആ ഒരു ഫീലിംഗ് ആണ് ഇത്രയും വേഗം നമ്മളുടെ നാട്ടിലേക്ക് എത്തുക എന്നുള്ളത്. ആ സംഭവമാണ് ഇവിടെ പറയുന്നത്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം വി ഫീൽ ദാറ്റ് ദ സിറ്റി ഈസ് നോട്ട് എ ജുവൽ. ദാറ്റ് മീൻസ് ദ സിറ്റി ഈസ് നോട്ട് വാല്യുബിൾ ഫോർ അസ്. നമുക്ക് മൂല്യമുള്ളതല്ല, കാരണം നമ്മളെ ഇവിടെ കണക്കാക്കുന്നത് സെക്കൻഡറി പീപ്പിൾ ആയിട്ടാണ്. ആൻഡ് lanes full of smoke and litter with puddles of unwashed English children. അവിടെയും എന്തുണ്ട്? കാരണം നമ്മൾ ഇവിടെ കണ്ട അതേ സ്ഥലങ്ങൾ തന്നെയാണ് അവിടെയും. ലെയിൻസ് ഫുൾ ഓഫ് സ്മോക്ക്, എന്ത് കാണാം? ഒരുപാട് പുക നിറഞ്ഞ വീടുകൾ കാണാം, നിരനിരയായിട്ടുള്ള വീടുകൾ. ആൻഡ് ലിറ്റർ വിത്ത് puddles of unwashed English children, and this English children are also untidy ആയിട്ടുള്ള ഇംഗ്ലീഷ് കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇംഗ്ലണ്ടിലെ കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പറയാം അവർ ഭയങ്കര പരിഷ്കാരികളാണെന്ന്. പക്ഷേ അവിടെ പോയാൽ, അവിടെ ഗ്രാമപ്രദേശങ്ങളിൽ പോവുകയാണെങ്കിൽ നമ്മളുടെ ഈ നാട്ടിലുള്ള പോലെയുള്ള കുട്ടികളെയും ഇതുപോലെയുള്ള വീടുകളും അതിൻ്റെ ഷേപ്പിൽ, സ്ട്രക്ചറിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഏകദേശം ഇതേ അന്തരീക്ഷം തന്നെയായിരിക്കും അവിടെ, പ്രത്യേകതയൊന്നുമില്ല. ഓൺ ന്യൂ ഇയേഴ്സ് ഈവ് he heard an old man at Trafalgar Square. It is no use trying to change people. They will be what they are. ഇനി ഓൺ ന്യൂ ഇയേഴ്സ് ഈവ്, ന്യൂ ഇയർ ഈവിലാണല്ലോ നമ്മൾ പ്രതിജ്ഞകൾ എടുക്കുന്നത് അല്ലേ? പുതുവർഷം വരുന്ന സമയത്ത് വി വിൽ ടേക്ക് പ്ലെഡ്ജസ്. 2 ദിവസം ഉണ്ടാകും, 3 ദിവസം ഉണ്ടാകും, 4ാമത്തെ ദിവസം അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. എന്താണ്? നമ്മൾ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല, ന്യൂ ഇയർ ആയ സമയത്ത് അങ്ങനെ പഠിക്കും, ഇങ്ങനെ പഠിക്കും, സ്മോക്കിംഗ് ഉണ്ടാവില്ല, ഡ്രിങ്കിങ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പല പല പ്രതിജ്ഞകൾ എടുക്കും. ഒരാഴ്ചയൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കും, 2-3 ദിവസം, മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലഡ്ജ് കാറ്റിൽ പറത്തി വീണ്ടും പഴയ പോലെ ആകുന്ന അവസ്ഥ. അത് ഇവിടെ ട്രഗാൽഫർ സ്ക്വയർ എന്നത് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ലൊക്കാലിറ്റി ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അവിടെയുള്ള ഒരു മനുഷ്യൻ, പ്രായം ചെന്ന ഒരു മനുഷ്യൻ, ഹിയർ ഹി ഈസ് ദ സിംബൽ, ഓർ ദിസ് പ്ലേസ് ഈസ് ദ സിംബൽ ഓഫ് ട്രൂത്ത് ഓർ വൈസ് സേയിങ്സ്. വളരെയധികം എന്താണ്, നല്ല നല്ല ഗുണഗണങ്ങളുള്ള ഒരു സ്ഥലം. അങ്ങനെയുള്ള അവിടുത്തെ ജനങ്ങൾ പറയുകയാണ്, എന്താണ്, അവിടുത്തെ ഒരു പ്രായമായ മനുഷ്യൻ പറയുന്നു, ഇറ്റ് ഈസ് നോ യൂസ് ട്രൈങ് ടു ചേഞ്ച് പീപ്പിൾ. എന്താണ്, ജനങ്ങളെ മാറ്റുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം എന്താണ്, ദേ വിൽ ബി വാട്ട് ദേ ആർ. അവരെന്താണോ അതാണ് അവരെ മാറ്റാൻ നമുക്ക് കഴിയില്ല. കാരണം അവരുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ അവർ ജനിച്ച് വളർന്ന സാഹചര്യങ്ങൾ എന്താണോ അത് തന്നെയാണ് അവർ. അത് എത്ര മാറ്റിയാലും, നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ഇയറിൽ നമ്മൾ പല പ്രതിജ്ഞകളും എടുത്ത് മാറുമെന്നൊക്കെ പറഞ്ഞാലും ഇറ്റ് ഈസ് അവർ ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് ദാറ്റ് ഡിറ്റർമീൻസ് വാട്ട് വി ആർ. നമ്മൾ എന്താണോ അത് നമ്മൾ തീരുമാനിക്കുന്നത്, നമ്മളുടെ പാരമ്പര്യവും ചുറ്റുപാടുകളുമാണ്. അതുകൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയില്ല. ഇറ്റ് ഈസ് ആൻ ഓൾഡ് സേയിങ്. അതായത് നായയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും വളഞ്ഞു തന്നെ ഇരിക്കുമെന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് പോലെയുള്ള ഒരു സദൃശ്യമുള്ള ഒരു വരികളാണ്. ആൻഡ് an empress last words are heard on the hot sands of Africa. The Dagamas, Clives, Duplessis are back. എന്താണ്, the empires and empires last words. ഇവിടെ എംപയർ എന്നുള്ളത് എന്താണ്, സാമ്രാജ്യം, മൊണാർക്കി, അല്ലെങ്കിൽ രാജാവിൻ്റെ അധികാരം, രാജവാഴ്ച,
ആ രാജവാഴ്ചയുടെ അവസാനത്തെ ശബ്ദം നമുക്ക് കേൾക്കാൻ. ദാറ്റ് മീൻസ് ഹിയർ കംസ് ദ എൻഡ് ഓഫ് മൊണാർക്കി. രാജകീയ ഭരണത്തിന്റെ അവസാനമാണ് ഓൺ ദി ഹോട്ട് സാൻഡ്സ് ഓഫ് ആഫ്രിക്ക. കാരണം അതിനുശേഷം അവിടെ കോളനൈസേഷൻ വരുന്നു, അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആൻഡ് ദി ഡാഗാമാസ്, ക്ലൈവ്സ്, ഡുപ്ലസീസ് ആർ ബാക്ക് ഹിയർ. ദീസ് ആർ ദ ലീഡേഴ്സ് ഹു ആർ ഇൻ ഫ്രണ്ട് ഓഫ് കോളനൈസേഷൻ. കോളനൈസേഷന്റെ മുൻകൈ എടുത്ത ആളുകളാണ് ഇവരൊക്കെ. അവരുടെ തിരിച്ചുവരവ് കാണാം. ദാറ്റ് മീൻസ് ദീസ് കൺട്രീസ് ആർ എക്സ്പ്ലോയിറ്റഡ് ബൈ ദി ഇമ്പീരിയൽ പവേഴ്സ്. ആ ഒരു രാജ്യങ്ങളുടെ കോളനൈസേഷൻ, കോളനി വൽക്കരണം നമുക്ക് കാണാൻ സാധിക്കും. വിക്ടോറിയ സ്ലീപ്സ് ഓൺ ഹർ ഐലൻഡ് എലോൺ, ആൻ ഓൾഡ് ഹാഗ് ഷേക്കിംഗ് ഹർ ഇൻവിൻസിബിൾ ലുക്സ്. ഇനി അവിടെ നമുക്ക് കാണാൻ സാധിക്കും ആരെയാണ്? വിക്ടോറിയ, ക്വീൻ വിക്ടോറിയ സ്ലീപ്സ് ഓൺ ഹർ ഐലൻഡ്. that means the statue of Queen Victoria that sleeps on her island alone, an old hag. ഇവിടെ she is described as an old hag shaking her invincible looks. Invincible means unconquerable. അവരുടെ ആ നോട്ടത്തിൽ തന്നെ ശക്തമായ നോട്ടമാണ് ക്വീൻ വിക്ടോറിയയുടെ ആ കണ്ണുകൾ. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് ക്വീൻ വിക്ടോറിയ. അവരുടെ ആ ഒരു ശക്തമായ നോട്ടമുള്ള ആ സ്റ്റാച്യു നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് സ്റ്റാൻഡിങ് ഓൺ വെസ്റ്റ്മിൻസ്റ്റർ ബ്രിഡ്ജ്, it seemed the Thames had clogged the chariot wheels of Boadicea to stone. ഇനി സ്റ്റാൻഡിങ് ഓൺ വെസ്റ്റ്മിൻസ്റ്റർ ബ്രിഡ്ജ്, വെസ്റ്റ്മിൻസ്റ്റർ ആബി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് എന്താണ്, ദ ബറിയൽ പ്ലേസ് ഓഫ് ഫേമസ് പേഴ്സൺസ് ഓർ ഫേമസ് ഓർ ഗ്രേറ്റ് റൈറ്റേഴ്സ്. പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് വെസ്റ്റ്മിൻസ്റ്റർ ആബി. ആ വെസ്റ്റ്മിൻസ്റ്റർ പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് കാണാം? ഇറ്റ് സീംഡ് ദ തേംസ് ഹാഡ് ക്ലോഗ്ഡ് ദ ചാരിയറ്റ് വീൽസ് ഓഫ് ബൊഡീഷ്യ ടു സ്റ്റോൺ. ആ തേംസ് നദി ഒഴുകുന്നത് കാണാൻ സാധിക്കും. ആ തേംസ് നദി ആ ഒരു പാലം വന്നതിന് ശേഷം ഇറ്റ് സീംസ് ടു ബി ക്ലോഗ്ഡ്. ക്ലോഗ്ഡ് മീൻസ് കൺജസ്റ്റഡ് അല്ലെങ്കിൽ കൺട്രോൾഡ്. ദ വീൽസ് ഓഫ് ബൊഡീഷ്യ ടു സ്റ്റോൺ. ബൊഡീഷ്യ ഏൻഷ്യൻ ക്വീൻ ആണ്. ആൻഡ് ഷീ മെയ്ഡ് എ ലോട്ട് ഓഫ് പ്രോഗ്രസ്. ഒരുപാട് എന്താണ് പുരോഗതി കൊണ്ടുവന്ന ഒരു റാണിയാണ്, രാജ്ഞിയാണ് ബൊഡീഷ്യ. ആൻഡ് ദിസ് ചാരിയറ്റ്, ദ ചാരിയറ്റ് വീൽസ് ഓഫ് ബൊഡീഷ്യ സീം ടു സ്റ്റോൺ. സ്റ്റോൺ മീൻസ് അവിടെ സ്റ്റാഗ്നേഷൻ സംഭവിച്ചതുപോലെ തോന്നപ്പെടുന്നു. അതായത് ഈ ഒരു പാലം വന്നതിന് ശേഷം, ബ്രിഡ്ജ് വന്നതിന് ശേഷം, തേംസ് നദിക്ക് കുറുകെ ആ ഒരു ബ്രിഡ്ജ് വന്നതിന് ശേഷം ആ ഒരു നദിക്ക് സ്റ്റാഗ്നേഷൻ സംഭവിച്ചതുപോലെ, ആ ഒഴുക്ക് നിന്ന പോലെ, ആ പാലത്തിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന ഒഴുക്ക് മാത്രമാണ്. ആ ഒരു ഒഴുക്കിന് എന്താണ് സ്റ്റാഗ്നേഷൻ സംഭവിച്ചതുപോലെ തോന്നുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഇടശ്ശേരി ഗോവിന്ദപിള്ളയുടെ കുറ്റിപ്പുറം ബ്രിഡ്ജ് എന്ന പാലമാണ് ഓർമ്മ വരുന്നത്. അതായത് കുറ്റിപ്പുറം പാലം വന്നതിന് ശേഷം ഭാരതപ്പുഴയ്ക്ക് അല്ലെങ്കിൽ നീളാ നദിക്കുണ്ടായ മാറ്റങ്ങളാണ് അദ്ദേഹം ആ കവിതയിൽ പറയുന്നത്. അതേപോലെ തന്നെ നീളാ നദി കൺജസ്റ്റഡ് ആയി ആ ഒരു പാലത്തിന് അല്ലെങ്കിൽ ആ ഒരു ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിന് ശേഷം, ആ ഒരു പാലം നിർമ്മിച്ചതിന് ശേഷം അതുവരെ ഒരു തടസ്സവുമില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്ന ഭാരതപ്പുഴയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പിന്നീട് വളരെ കൺജസ്റ്റഡ് ആയി, ഇപ്പം ചുരുങ്ങി അവിടെ ഇവിടെയും മാത്രം കുറച്ച് വെള്ളമുള്ള ഒരു പുഴയായി മാറിയിരിക്കുന്നു. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ തേംസ് നദിക്കും പറയുന്നത്. ആ ഒരു ഒഴുക്ക് നഷ്ടപ്പെട്ടു. ആൻഡ് അണ്ടർ ദി ഷാഡോ ഓഫ് പോളാസ് ദ റിവർ ഡിവൈഡ്സ് ദ സിറ്റി ഫ്രം ദ നൈറ്റ്. ആ ഒരു പാലം അല്ലെങ്കിൽ ഈ ഒരു നദി ആ സിറ്റിയെ രാത്രിയിൽ നിന്നും ഡിവൈഡ് ചെയ്യുന്നു. അതായത് ആ പട്ടണത്തിൽ ആ ഒരു വെള്ളത്തിന്റെ റിഫ്ലക്ഷൻ, ലൈറ്റുകളുടെ റിഫ്ലക്ഷൻ നമുക്ക് ആ വെള്ളത്തിൽ കാണാൻ സാധിക്കും. ആൻഡ് ദ നോയ്സസ് റീഅപ്പിയർ, ദർ കംസ് നോയ്സസ്. സാധാരണ ആ ഒരു സന്ധ്യാസമയങ്ങളിൽ എന്താണ് ശാന്തത അനുഭവപ്പെടുന്ന നദീതീരമാണ്. പക്ഷേ നമുക്ക് എന്ത് കേൾക്കാം? പല പല ശബ്ദങ്ങൾ ഓഫ് ഈ ഏർലി ട്രെയിൻസ്, the milkman and the events of the day become vocal in the newsboy. പല പല ശബ്ദങ്ങൾ. ഏതൊക്കെയാണ് ശബ്ദം? ട്രെയിനിന്റെ ശബ്ദം കേൾക്കാം, മിൽക്ക് മാൻ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാം, ആൻഡ് ദ ഈവൻസ് ഓഫ് ദ ഡേ, ഒരു ദിവസങ്ങളിൽ സംഭവിക്കുന്ന പല പല ഒച്ചപ്പാടും ബഹളവും അതിൻ്റെയൊക്കെ ആ ഒരു കോലാഹലങ്ങൾ കേൾക്കാം. എ ഗ്രേ സ്കൈ ഓപ്രസസ് ദ ഐസ്, പോർട്ടേഴ്സ്, റിക്ഷ പുല്ലേഴ്സ്, ബാർബേഴ്സ്, ഹോക്കേഴ്സ്, ഫോർച്യൂൺ ടെല്ലേഴ്സ്, ലോങ്കേഴ്സ് compose the scene.
പെട്ടെന്ന് തന്നെ ആ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ തന്നെ ഇന്ത്യൻ സിനാരിയോയിലേക്ക് അറ്റൻഷൻ വരുന്നു. അദ്ദേഹം പറയുന്നു, എ ഗ്രേ സ്കൈ ഒപ്രസസ് ദ ഐസ്. പെട്ടെന്ന് ഒപ്രസ് ചെയ്യുക, ക്യാപ്ചർ, നമ്മളുടെ കണ്ണുകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ആ ഒരു ഗ്രേ സ്കൈ, ആ ഒരു ആകാശം, ഗ്രേ, അധികം ആകർഷകമല്ലാത്ത ഒരു അന്തരീക്ഷം. അവിടെ എന്തൊക്കെയാണ്? വി ക്യാൻ ഹിയർ ദ സൗണ്ട്സ് ഓഫ് പോർട്ടേഴ്സ്, റിക്ഷ പുള്ളേഴ്സ്, ബാർബേഴ്സ്, ഹോക്കേഴ്സ്, ഫോർച്യൂൺ ടെല്ലേഴ്സ്, ദെൻ ലോങ്കേഴ്സ് കമ്പോസ് ദ സീൻ. ആ ഒരു ഇന്ത്യൻ സിനാരിയോയിലാണെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു കമ്പാരിസൺ കാണാൻ സാധിക്കും. ആ ഇംഗ്ലണ്ടിലെ ആ ഒരു നോയ്സസും ഇന്ത്യയിലെ ആ ഒരു ശബ്ദങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അവിടെ നമ്മൾ പറഞ്ഞു പല പല എന്താണ് ഡേയ്സ് ഇമ്പോർട്ടൻറ്റ് നോയ്സസ്, അവിടെ അതാണ് പറഞ്ഞത്. ഇവിടെ എന്തൊക്കെ കാണാൻ സാധിക്കും? പോർട്ടേഴ്സ്, റിക്ഷ പുള്ളേഴ്സ്, ദെൻ ബാർബേഴ്സ്, ഹോക്കേഴ്സ്, ഫോർച്യൂൺ ടെല്ലേഴ്സ്. നമ്മൾക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്ന ആ ഒരു ഭാവി പ്രവചിക്കുന്ന ആളുകൾ, അവരെയൊക്കെ നമുക്കിവിടെ, അവരുടെയൊക്കെ ശബ്ദങ്ങൾ നമുക്ക് ഇന്ത്യയിൽ കാണാം. ആൻഡ് എബവ് ദം ടവേഴ്സ് ദ ബ്രിഡ്ജ്, എ പെയിൽ ഡയമണ്ട് ഇൻ ദ വാട്ടർ, ട്രീസ് ബിഗ് വിത്ത് ഷെയ്ഡ് സ്ക്വാറ്റ് ഇൻ ദ മൈദാൻ. ഇനി എന്ത് കാണാൻ സാധിക്കും? എബവ് ഓൾ ടുവേർഡ്സ് ദ ബ്രിഡ്ജ്, എ പെയിൽ ഡയമണ്ട് ഇൻ ദ വാട്ടർ. എന്താണ് എ പെയിൽ ഡയമണ്ട്? ദ ബ്രിഡ്ജ് ഈസ് സീംഡ് ടു ബി എ പെയിൽ ഡയമണ്ട് ഇൻ ദ വാട്ടർ. ആ വാട്ടറിൽ, വെള്ളത്തിന് കുറുകെ അല്ലെങ്കിൽ നദിക്ക് കുറുകെ ഒരു പെയിൽ ഡയമണ്ട് പോലെ തോന്നിക്കുന്ന പാലം. ദ ബ്രിഡ്ജ് ടവർ ലുക്സ് പെയിൽ ഡയമണ്ട് ഇൻ ദ വാട്ടർ. ഇറ്റ് ഈസ് എ പാരഡോക്സ് ഓഫ് വാല്യൂ, ദറ്റ് ഈസ് ഡയമണ്ട് വാട്ടർ പാരഡോക്സ്. ഇതിനെ നമുക്ക് ഡയമണ്ട് വാട്ടർ പാരഡോക്സ് എന്ന് പറയാം. ഒരു വൈരുദ്ധ്യമാണ്. ആ വെള്ളത്തില് ഡയമണ്ട് ടവർ പോലെയാണ് തോന്നുന്നത് ആ ഒരു പാലം. And though diamond is having high price, water is more useful and needs more survival, and it is valuable than diamond. ഇവിടെ ഡയമണ്ടിനാണ് മൂല്യം കൂടുതൽ, പക്ഷേ വെള്ളം ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. വെള്ളത്തിന്റെ മൂല്യം നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ വെള്ളത്തിന് മൂല്യം കൊടുക്കുന്നില്ല എങ്കിൽ ഇപ്പൊ നമുക്കറിയാം വെള്ളം കുറച്ച് കിട്ടാതിരിക്കുന്ന അവസരത്തിൽ വെള്ളത്തിനുള്ള ആ ഒരു മൂല്യം, അതാണ് ഇവിടെ പറയുന്നത് ഡയമണ്ട് വാട്ടർ പാരഡോക്സ്. ആൻഡ് ഇറ്റ് വാസ് ആഡം സ്മിത്ത് ഹു പ്രസന്റഡ് ദിസ് പാരഡോക്സ്. ഈ ഒരു പാരഡോക്സ് കൊണ്ടുവന്നത് ആഡം സ്മിത്ത് ആണ്. വാട്ടർ ഡയമണ്ട് വിത്ത് ബിഗ് ഷാഡോസ് squat in the maidan, and we can see big trees in the maidan and having big shadows or shade. വളരെയധികം വലിയ വലിയ തണല് തരുന്ന വലിയ മരങ്ങളെ കാണാൻ സാധിച്ചു. And as I walk, my tongue hunchbacked with words towards Javatpur to your arms. Now he describes his lady love. തന്റെ കാമുകിയെ കുറിച്ച് വിവരിക്കുന്നു. You smell of gin and cigarette ashes. എന്താണ് നിന്റെ സ്മെല്ല്? യു ആർ സ്മെല്ലിങ് ജിൻ. ജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലിക്കർ ആണ്. ആൻഡ് സിഗരറ്റ് ആഷ്, മദ്യം ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ സിഗരറ്റ് വലിച്ചു, അതിൻ്റെയൊക്കെ സ്മെല്ലുണ്ട്. ആൻഡ് യുവർ ബ്രസ് ഷാർപ്പ് വിത്ത് ഡിസയർ. ആൻഡ് നൗ യു ആർ ഡിസയറിങ് ഫോർ സെക്ഷുവാലിറ്റി. ആൻഡ് ഹേർട്ട് മൈ ഫിംഗേഴ്സ്, ഫീലിങ്സ് ബെഗർ ഡിസ്ക്രിപ്ഷൻ. ആൻഡ് യു ബെഗ്ഡ് മീ ഫോർ സെക്ഷുവാലിറ്റി. അങ്ങനെ ഒരു അവസ്ഥയിൽ ആ കാമുകിയെ കുറിച്ച് പറയുന്നു. ദെൻ ഷിവർ ഇൻ ഡാർക്ക് അലൈസ് ഓഫ് ദ മൈൻഡ്, ദെൻ വി ഷിവർ വിത്ത് ലസ്റ്റ്. ഇവിടെ ആ ഒരു സെക്ഷുവൽ ഡിസയർ ആണ്. അത് കാരണം, ആ ഒരു സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷുവൽ ഡിസയർ കാരണം വി ബിഗാൻ ടു ഷിവർ ഇൻ ഡാർക്ക്നെസ് ആൻഡ് ഹംഗ്രി ആൻഡ് എലോൺ. വി ആർ ഇൻ ഹംഗ്രി. ഇവിടെ ഹംഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംഗ്രി ടു സാറ്റിസ്ഫൈ ദ ബോഡി. ആ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് സെക്ഷുവാലിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് നത്തിങ് ക്യാൻ റിയലി ബി ഡിസ്പേഴ്സ്ഡ് വിത്ത്. സോ ദ പോയിന്റ് സീസ് ദാറ്റ് നത്തിങ് ക്യാൻ റിയലി ബി ഡിസ്പെൻസ്ഡ് വിത്ത് മീൻസ് നത്തിങ് ക്യാൻ സാറ്റിസ്ഫൈ അവർ ഡിസയർ. മറ്റൊന്നിനും, അതായത് എന്താണ്, there is no substitute for sexuality. കാരണം ആ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് എന്നാണ്. ആൻഡ് ദ ഹാർട്ട് നീഡ്സ് ഓൾ. ദ ഹാർട്ട് നീഡ്സ് ഓൾ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ നാച്ചുറൽ ഡിസയർ. ആ സെക്ഷുവാലിറ്റി എന്നത് ഒരു നാച്ചുറൽ ഡിസയർ ആണ്. സോ യു urged for me for sexuality. കാരണം
നമ്മൾ പറഞ്ഞു ബെഗ് ചെയ്യുകയാണ്, സെക്ഷുവാലിറ്റിക്ക് വേണ്ടി ബെഗ് ചെയ്ത അവസ്ഥ. അത്രത്തോളം ആ ഒരു എന്താണ് ഡീപ്പ് ഡിസയർ ആണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞു ആ ഒരു എന്താണ് ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻനെസ്സും അതേപോലെ ഫോറിൻ രാജ്യവും തമ്മിലുള്ള ആ വ്യത്യാസങ്ങൾ, അതേപോലെ തന്നെ ഐഡന്റിറ്റി ക്രൈസിസ്. ആൻഡ് അറ്റ് ലാസ്റ്റ് ദ പോയിന്റ് റിയലൈസസ് ദാറ്റ് ഹിസ് റൂട്ട് ഈസ് ഇൻ ഹിസ് നേറ്റീവ് ലാൻഡ്. തൻ്റെ രാജ്യത്താണ്, അല്ലെങ്കിൽ തൻ്റെ ജനിച്ചു വളർന്ന സ്ഥലത്താണ് തൻ്റെ വേരുകളെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ആൻഡ് ഹി റിയലൈസസ് ഓർ ഹി ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ഹിസ് നേറ്റീവ് കൺട്രി. തൻ്റെ സ്വന്തം രാജ്യത്ത് ഫ്രം എക്സൈൽ എന്ന് തന്നെയാണ്. എക്സൈൽ എന്ന് പറഞ്ഞാൽ നാട് കടത്തുക എന്നാണ്. ഇവിടെ നാട് കടത്തപ്പെട്ടതുപോലെയാണ് തൻ്റെ രാജ്യത്ത് നിന്നും, തൻ്റെ ജനിച്ചു വളർന്ന സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നത് എന്നാണ് അദ്ദേഹം ഈ കവിതയിലൂടെ വെളിപ്പെടുത്തുന്നത്. ആൻഡ് ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ്. ഇവിടെ നമുക്ക് ഒരുപാട് ഇമേജറി കാണാൻ സാധിക്കും. ക്വീൻ വിക്ടോറിയ, അതേപോലെ ബൊഡീഷ്യ, ഇവരൊക്കെ ഇമേജസ് ആണ്, ഓരോ പ്രതീകങ്ങളാണ്. ആൻഡ് ദീസ് ആർ ദി മേജർ points. Hope you enjoyed it. Thank you.